നിങ്ങൾക്ക് മലാല യൂസഫ്സായിയെ പറ്റി അറിയുകയും എന്നാൽ സുരേഖ് ബോധമാങ്കയെ പറ്റി അറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അനിവാര്യമായും അംബേദ്കർ വായിക്കണം. ഏറ്റവും വലിയ അന്ധവിശ്വാസമായി ജാതി ഇന്ത്യയിൽ അടയാളപ്പെടുത്തപ്പെടണം എന്ന് പറയുന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. മലാല യൂസഫ്സായി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പരിചിതമാണ്. മലാല യൂസഫ്സായിയെ പരിചയമില്ലാത്ത ഒരാളും ഈ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം താലിബാൻ എന്ന ഭീകര സംഘടന സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ നടത്തിയ പ്രചാരണവും അതിൻ്റെ ആക്രമണത്തിൻ്റെയും ഇരയായി മലാല ലോകത്തിൻ്റെ ഐക്കണായി നോബൽ സമ്മാനം നേടി ഇന്ന് കുട്ടികൾ മലാലയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ താലിബാൻ ആക്രമണത്തിൽ പരിക്കേറ്റ മലാലയെക്കുറിച്ച് ഇന്ന് ലോകം പഠിക്കുകയാണ്. അത് 2012 എന്നാൽ അതിനൊരു കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിനടുത്തുള്ള കൈർലാഞ്ചി ഗ്രാമത്തിൽ കൈർലാഞ്ചി മസാക്കർ എന്ന പേരിൽ ലോകം ഞെട്ടിപ്പോയ സുരേഖ് ബോധമാങ്കയെയും അവരുടെ മക്കളെയും ക്രൂരമാംവിധം നഗ്നമായി പരേഡ് നടത്തുകയും ബലാത്സംഗം മക്കളെ കൊണ്ട് അമ്മയെ ബലാത്സംഗം ചെയ്യിക്കാൻ ശ്രമിക്കുകയും അവരുടെ ലൈംഗികാവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറിക്കുകയും ക്രൂരതയുടെ അങ്ങേയറ്റമായ സംഭവം, ലോകം നടുങ്ങിപ്പോയ സംഭവം. സുരേഖ് ബോധമാങ്ക കുടുംബത്തിലെ ഒരംഗം, അവർ ജാതിത്തൊഴിൽ തള്ളി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആത്മബോധമുള്ള ഒരു അംബേദ്കറിസ്റ്റായിരുന്നു അവർ ജാതി മേൽക്കോയ്മക്കെതിരെ പൊരുതി തൻ്റെ കുലത്തൊഴിൽ എന്ന് ജാതി മേൽക്കോയ്മ തീരുമാനിച്ചത് മാറ്റി തനിക്കിഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ ഇന്ത്യൻ യുവതിയുടെ പേരാണ് സുരേഖ ബോധമാങ്കെ. ആ സുരേഖ ബോധമാങ്കയ്ക്കും മക്കൾക്കും ഇന്ത്യയിലുണ്ടായ അനുഭവം എത്രയോ പ്രഭാഷണത്തിൽ ആനന്ദ് തന്തുൽത്തെ അതേക്കുറിച്ച് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ചൊരു അധ്യായം തന്നെയുണ്ട്. മറ്റു പുസ്തകങ്ങളും ഈ കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്കറിയില്ല. ഇതേക്കുറിച്ച് അരുന്ധതി റോയുടെ ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് ഇതാണ്: നിങ്ങൾക്ക് മലാല യൂസഫ്സായിയെ പറ്റി അറിയുകയും എന്നാൽ സുരേഖ് ബോധമാങ്കയെ പറ്റി അറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അനിവാര്യമായും അംബേദ്കർ വായിക്കണം.